എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. നമുക്ക് പെട്ടെന്നൊരു പലഹാരം ഉണ്ടാക്കാം, അതും ഗോതമ്പ് പൊടി വെച്ച്. കേക്ക് പോലത്തെ ഒരു പലഹാരം. അതിന് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് ചെറു ചൂടുള്ള പാലാണ് ഞാൻ ഒഴിക്കുന്നത്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു. 1 സ്പൂൺ ഈസ്റ്റ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ആ പാലിനകത്ത് ഈസ്റ്റ് നന്നായിട്ടും അലിഞ്ഞ് ചേരത്തക്കവണ്ണം വേണം ഇളക്കി യോജിപ്പിക്കാൻ. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് പുളിക്കാനായിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കട്ടെ. നന്നായിട്ടും പുളിച്ച് പൊങ്ങി ആ പാത്രത്തെ മുട്ടി വന്നിട്ടുണ്ട്. ആ പരുവത്തിലായി. ഇനി ഒരു ബൗളിലേക്ക് 1 ബൗൾ ഗോതമ്പ് പൊടി, ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്, ഈ പാലൊഴിച്ച് ഇളക്കി യോജിപ്പിക്കുക. കുറേശ്ശേയും പാലൊഴിച്ച് വേണം ഇളക്കി യോജിപ്പിക്കാൻ. ഇത് കട്ടിയിലല്ല കുഴച്ചെടുക്കേണ്ടത്, കുറച്ച് ലൂസായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. ഞാനെല്ലാം അത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ അത് പുളിക്കാനായിട്ട് മൂടി വെക്കുന്നു. ആ സമയം കൊണ്ട് പാത്രം ചൂടാക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഈ പാത്രം ചൂടാക്കാനായിട്ട് വെക്കുന്നു. ഒരു ചോറ് പാത്രത്തിലാണ് ഞാനിതുണ്ടാക്കുന്നത്. ഏത് പാത്രം വേണേലും എടുക്കാം. ഞാനിപ്പോൾ ഒരു ചോറ് പാത്രത്തിലാണ്. ഇനി ചതുരമുള്ള ഏത് പാത്രമോ അങ്ങനെ ഇഷ്ടമുള്ള പാത്രം എടുക്കാം. അതിനകത്ത് കുറച്ച് നെയ്യിട്ടിട്ട് എല്ലാ ഭാഗത്തും എത്തത്തക്കവണ്ണം ഒന്ന് തൂത്തു എടുത്തിട്ടുണ്ട്. അരമണിക്കൂറിന് ശേഷം നോക്കൂ, നമ്മുടെ മാവ് എത്രമാത്രം പൊങ്ങി വന്നിട്ടുണ്ടെന്ന് നോക്കി പുളിച്ച്. ഇനി അതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് കൈകൊണ്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഈ പാത്രത്തിൽ ഇട്ട് അടുപ്പത്ത് വെക്കാം. പാത്രത്തിന് അരപ്പാത്രമാണ് ഞാൻ ഇടുന്നുള്ളൂ. നിറയെ ഇടരുത് ഒരിക്കലും. അരപ്പാത്രം ഇട്ടിട്ട് അതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് പോകാനായിട്ട് ഇങ്ങനെ ഒന്ന് തട്ടി വയ്ക്കുന്നു. അപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് പാത്രം ചൂടാക്കിയത്. ഇനി നമ്മൾ ഈ ബ്രെഡ് ഉണ്ടാക്കാൻ വെക്കുമ്പോൾ അത് മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കണം. ഇനി ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേനും തുറന്നു നോക്കാം എന്തോന്ന് നമുക്ക്. കണ്ടോന്ന് 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നന്നായിട്ടും പൊങ്ങി ആ പാത്രത്തിൻ്റെ മുകളിൽ വരത്തക്ക വിധം പൊങ്ങി വന്നിട്ടുണ്ട്. വെന്തോന്നൊന്ന് പപ്പടക്കോല് കൊണ്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഇത് വെന്തിട്ടുമുണ്ട്. ഇനി അടുപ്പത്തുനിന്ന് വാങ്ങി എടുക്കാം. കണ്ടോ പാത്രത്തിൻ്റെ മുകളിലായിട്ട് പൊങ്ങി നിൽക്കുന്നത്. നമുക്കൊരു കത്തി കൊണ്ട് അതിൻ്റെ ആ പാത്രത്തിൽ നിന്നൊന്ന് വെടിയിച്ചെടുക്കാം. അടിവശമെല്ലാം നല്ല പാകത്തിന് ചുമന്ന് വന്നിട്ടുണ്ട്. പക്ഷെ മുകൾ ഭാഗം ഒരു ചുമന്നിട്ടില്ല. അതുകൊണ്ട് മുകൾ ഭാഗം ഒന്ന് ചുമക്കുന്നതിനായിട്ട് ആ പാത്രത്തിലേക്ക് മറിച്ച് നമുക്ക് ഒരു 2 മിനിറ്റ് വെച്ച് കൊടുക്കുന്നു. അതിന് ശേഷം എടുത്തു. 2 മിനിറ്റിന് ശേഷം ഞാൻ എടുത്തു വച്ചിരിക്കുന്നു. ഇതിലേക്ക് ഒരു കുറച്ച് ബട്ടറാണ് തേച്ച് കൊടുക്കുന്നത്. ഈ ഗോതമ്പ് പൊടിക്കകത്ത് പാലൊഴിച്ചതല്ലാതെ പ്രത്യേകിച്ച് ഞാൻ ബട്ടറൊന്നും ഇട്ടിട്ടില്ല. കാരണം നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോഴല്ലേ നമുക്ക് ബട്ടറൊന്നും കൂടാതെ നല്ല ടേസ്റ്റായിട്ട് ഇത് ഉണ്ടാക്കിയെടുത്ത് കഴിക്കാൻ പറ്റുള്ളൂ. കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് ബട്ടർ ഒത്തിരി ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ ആ ബട്ടർ തേച്ച് കൊടുത്ത് നല്ലൊരു മയം കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ഒരു ടേസ്റ്റും കിട്ടും. കണ്ടോ നല്ല സുന്ദരമായ ഒരു കേക്കെന്ന് വേണേലും പറയാം ഇതിന്. അതുപോലത്തെ ഷേപ്പാണ്. ഇനി ഒരു കട്ടിയുള്ള ഒരു ടർക്കി തുണി കൊണ്ട് ഇത് പൊതിഞ്ഞ് ഞാൻ വെക്കുവാണ്. എന്തിനാണെന്ന് വെച്ചാൽ തണുക്കാനായിട്ട്. തണുത്തതിന് ശേഷം എടുത്തിട്ടു.
നല്ല സ്വാദുള്ള ഒരു പലഹാരമാണിത്. ഗോതമ്പ് പൊടി വീട്ടിലുണ്ടോ? പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വെറും അരമണിക്കൂർ മതി. മുറിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ട് ഇതിൻ്റെ അകന്ന്. കണ്ടോ, അകം നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന നല്ല സുന്ദരമായ പലഹാരം, പെട്ടെന്നുണ്ടാക്കാവുന്ന പലഹാരം. കണ്ടോ? നിങ്ങളെൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.